യുദ്ധത്തിനൊരറുതിയില്ലാതെ ഇസ്രയേലിലും ഗൾഫ് രാജ്യങ്ങളിലും ആക്രമണം രൂക്ഷമാക്കി ഇറാന്റെ മിസൈൽ ആക്രമണത്തിൽ വടക്കൻ ഇസ്രയേലിലെ സർസിൽ നഗരത്തിൽ കനത്ത നാശനഷ്ടമുണ്ടായതായി റിപ്പോർട്ട്. 30 പേർക്ക് പരിക്കേറ്റതായാണ് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത്. അതിനിടെ ഇറാനിലെ ആണവ തലച്ചോറുകളെ വ്യോമാക്രമണത്തിൽ തകർത്തെന്ന് ഇസ്രയേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു. ഇറാനിലെ പ്രമുഖ ആണവ ശാസ്ത്രജ്ഞരെ വധിച്ചതായാണ് നെതന്യാഹുവിന്റെ അവകാശവാദം. കഴിഞ്ഞ ദിവസം രാത്രി നടന്ന വാർത്താ സമ്മേളനത്തിലാണ് നെതന്യാഹു ഇക്കാര്യം അറിയിച്ചത്. ഇറാന്റെ പുതിയ പരമോന്നത നേതാവ് ആയത്തുള്ള മുജ്തബ ഖമനേയി റെവല്യൂഷണറി ഗാർഡിന്റെ കളിപ്പാവയെന്നും നെതന്യാഹു വിശേഷിപ്പിച്ചിരുന്നു. ഇറാനിലെ ജനങ്ങൾ സ്വാതന്ത്ര്യത്തിന് തൊട്ടടുത്തെത്തിയെന്നും ഇസ്രയേൽ എന്നും ഇറാനൊപ്പമാണെന്നും നെതന്യാഹു പറയുന്നു. ഇറാനിൽ അന്തിമമാറ്റം കൊണ്ടുവരേണ്ടത് ജനതയാണെന്നും അതിന് പരിശ്രമിക്കണമെന്നും നെതന്യാഹു ആഹ്വാനം ചെയ്തു. അതേസമയം കഴിഞ്ഞ ദിവസം ഇറാൻ തലസ്ഥാനമായ ടെഹ്റാന് നേർക്ക് വീണ്ടും ആക്രമണമുണ്ടായി. വ്യാപകമായ ആക്രമണ പരമ്പര ആരംഭിച്ചെന്ന് ഇസ്രയേൽ സൈന്യം സാമൂഹിക മാധ്യമങ്ങളിലൂടെ വ്യക്തമാക്കി. ടെഹ്റാനിലെ അടിസ്ഥാന സൗകര്യങ്ങളെയാണ് തങ്ങൾ ലക്ഷ്യമിടുന്നത് എന്നും സൈന്യം അറിയിച്ചു. ടെഹ്റാനിലെ ഒരു മാർക്കറ്റിന് സമീപം സ്ഫോടനങ്ങൾ ഉണ്ടായി. അഹ്വാസ് നഗരത്തിലും ബോംബ് സ്ഫോടനങ്ങൾ നടന്നു. ടെഹ്റാന്റെ തെക്ക് ഭാഗത്തും കാഷൻ നഗരത്തിലും മിസൈലുകൾ പതിച്ചു. ചില സുരക്ഷാ ചെക്ക് പോസ്റ്റുകളും ആക്രമിക്കപ്പെട്ടു. ഗാസയിലും ലെബനനിലും ഇസ്രയേൽ ആക്രമണം തുടരുകയാണ്. ഗാസയിൽ മരണസംഖ്യ 80 കവിഞ്ഞു. തെക്കൻ ലെബനനിലെ കൗസ, കൗനൻ, ഹാരിസ്, ഹദദ എന്നിവിടങ്ങളിലും ഇസ്രയേൽ ആക്രമണം നടത്തി. സിഡോൺ ജില്ലയിൽ ഇസ്രയേൽ നടത്തിയ വ്യോമാക്രമണത്തിൽ 5 കുട്ടികളടക്കം 9 പേർ കൊല്ലപ്പെട്ടു. ആക്രമണത്തിൽ 7 പേർക്ക് പരിക്കേറ്റതായും റിപ്പോർട്ടുണ്ട്. അതിനിടെ ഹിസ്ബുള്ള അപ്പർ ഗലീലിലേക്ക് റോക്കറ്റ് ആക്രമണം നടത്തി. അതിനിടെ ഗൾഫ് മേഖലയിലെ മുഴുവൻ US താവളങ്ങളെയും ആക്രമിക്കുമെന്ന് ഇറാന്റെ പുതിയ പരമോന്നത നേതാവ് പറഞ്ഞു. പരമോന്നത നേതാവായി അധികാരമേറ്റതിനു ശേഷം ആദ്യമായി രാജ്യത്തിന് നൽകിയ സന്ദേശത്തിലാണ് മുജ്തബ നിലപാട് വ്യക്തമാക്കിയത്. US ഇസ്രായേൽ ആക്രമണത്തിൽ കൊല്ലപ്പെട്ട രക്തസാക്ഷികളുടെ ചോരയ്ക്ക് പകരം ചോദിക്കുമെന്നും അദ്ദേഹം പറഞ്ഞു. പശ്ചിമേഷ്യയിലെ എല്ലാ US താവളങ്ങളും ഉടനടി അടച്ചുപൂട്ടണമെന്ന് മുജ്തബ ആവശ്യപ്പെട്ടു. ഈ താവളങ്ങൾ പ്രവർത്തനക്ഷമമായി തുടരുകയാണെങ്കിൽ അവ ആക്രമണം നേരിടേണ്ടി വരുമെന്നും അദ്ദേഹം വ്യക്തമാക്കി. ലോകത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട എണ്ണക്കപ്പലുകളുടെ പാതകളിലൊന്നായ ഹോർമുസ് കടലിടുക്ക് അടയ്ക്കുന്ന സമ്മർദ്ദ തന്ത്രം പ്രയോഗിക്കുമെന്നും അദ്ദേഹം പറഞ്ഞു. സംഘർഷ സാഹചര്യത്തിൽ ഈ പാത അടയ്ക്കുമെന്ന മുന്നറിയിപ്പാണ് അദ്ദേഹം നൽകിയത്. അയൽക്കാരുമായുള്ള സൗഹൃദത്തിൽ ഇറാനും വിശ്വസിക്കുന്നുണ്ട്. അയൽ രാജ്യങ്ങളുമായി സഹകരണത്തിന് ഇറാൻ തയ്യാറാണെങ്കിലും അമേരിക്കൻ സൈന്യത്തിന് താവളം ഒരുക്കുന്നതിനെതിരെ മുജ്തബ മുന്നറിയിപ്പ് നൽകി. അമേരിക്കയ്ക്ക് സൈനിക സൗകര്യങ്ങൾ ഒരുക്കുന്ന രാജ്യങ്ങൾ ഇറാന്റെ സൈനിക നടപടികൾക്ക് ഇരയാകുമെന്നും അദ്ദേഹം മുന്നറിയിപ്പ് നൽകി. മുജ്തബയുടെ എഴുതി നൽകിയ സന്ദേശം ഇറാനിയൻ സ്റ്റേറ്റ് ടെലിവിഷൻ വഴി TV അവതാരകനാണ് വായിച്ചത്. മുജ്തബ നേരിട്ടെത്തി രാജ്യത്തെ അഭിസംബോധന ചെയ്ത് സംസാരിക്കാത്തത് അഭ്യൂഹങ്ങൾക്കിടയാക്കിയിട്ടുണ്ട്. ഇസ്രയേലിന്റെയും US-ന്റെയും ആക്രമണത്തിൽ മുജ്തബയ്ക്ക് പരിക്കേറ്റതായുള്ള റിപ്പോർട്ടുകൾ വന്നിരുന്നു. ഇത് നിലവിലെ ഇറാൻ നേതൃത്വം തള്ളിക്കളഞ്ഞിരുന്നു. എന്നാൽ ടെലിവിഷനിൽ നേരിട്ടെത്താത്തത് ഈ അഭ്യൂഹങ്ങൾ ശക്തിപ്പെടുത്തിയിട്ടുണ്ട്. യുദ്ധം അവസാനിപ്പിക്കാൻ 3 നിബന്ധനകളുമായാണ് ഇറാൻ രംഗത്തെത്തിയത്. സമാധാനത്തിന് തയ്യാറാണെന്ന് ഇറാൻ പ്രസിഡന്റ് മസൂദ് പെസഷ്കിയാൻ തന്റെ എക്സ് പേജിലൂടെ അറിയിച്ചു. പക്ഷേ 3 നിബന്ധനകളും അദ്ദേഹം മുന്നോട്ട് വെച്ചിട്ടുണ്ട്. ഇറാന്റെ പരമാധികാരം അംഗീകരിക്കണം, യുദ്ധം മൂലമുണ്ടായ നാശനഷ്ടങ്ങൾക്ക് നഷ്ടപരിഹാരം വേണം, ഭാവിയിൽ സംഘർഷങ്ങൾ ഉണ്ടാകാതിരിക്കാൻ അന്താരാഷ്ട്ര തലത്തിൽ ഉറപ്പു നൽകണം എന്നിവയാണ് നിബന്ധനകൾ. അതേസമയം ഇറാനിൽ ഒരുവിധം എല്ലാ ലക്ഷ്യസ്ഥാനങ്ങളെയും തകർത്തുവെന്നും യുദ്ധം ഉടൻ അവസാനിപ്പിക്കാൻ കഴിഞ്ഞേക്കുമെന്നും US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് പറഞ്ഞു. ഹോർമുസിലൂടെയുള്ള ഊർജ്ജ നീക്കം തടസ്സപ്പെടുത്തിയാൽ ഇതുവരെ കാണാത്ത തീവ്രതയിലെ പ്രത്യാഘാതങ്ങൾ ഇറാൻ കാണേണ്ടി വരുമെന്നും ട്രംപ് മുന്നറിയിപ്പ് നൽകി. ഇതിനിടെ തലസ്ഥാനമായ ടെഹ്റാനിൽ സെപ്പ ബാങ്കിന്റെ ഓഫീസുകൾക്ക് ചൊവ്വാഴ്ച രാത്രിയും ഇന്നലെ പുലർച്ചെയുമായി വ്യോമാക്രമണം നേരിടേണ്ടി വന്നു. ന്യൂസ് ഡെസ്ക്, കേരള കൗമുദി.